രണ്ടാമത്തെ ലൈവ് PC ഫസ്റ്റത്തെ ലൈവാണ്. ഇന്നലെ എന്തല്ലോ നിങ്ങൾ പറഞ്ഞിന് ഇതെന്താണ് ഡിസ്കോഡ് റിയാക്ഷൻ, ലൊട്ടേ കയറാൻ, ഗെയിം കളിക്കാൻ നിങ്ങൾ എന്തെല്ലോ പറഞ്ഞു. പക്ഷെ ഇന്നലെ മിന്നാന്ന് ഇപ്പോൾ ലൈവ് ഇട്ടാ മിന്നാന്നല്ലേ അത് വെച്ചാൽ അവിടെ IR പോകുമ്പോൾ ആർക്കും ഒന്നും ഇടാൻ പറ്റൂലല്ലോടാ. PC വന്നാലേ ലൊട്ടയിലാണെങ്കിൽ ഗെയിമാണെങ്കിലും ഇതിൽ വന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ മോനെ ഇന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ മോനെ 100K ലോഡിങ് 100K അടിക്കാനായിട്ടുണ്ട്. 100K അടിക്കാനായിട്ടുണ്ട്. ലൊട്ട എന്താ മൊട്ടാന്ന് ഇതിന് വരച്ച് ലൊട്ടാണ്. എടാ അടിപൊളിയല്ലേ ഇങ്ങളെന്താണ് ഇങ്ങനെ എടാ ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. മോനെ GT ഒന്നും കളിക്കാൻ മമ്മദിന് GT ഒന്നും കളിക്കാൻ അറിയില്ല. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ചെയ്യും. GT ഇതല്ലോ ഒഴിക്കുക, ബാക്കി എന്താണ് ലൊട്ട എല്ലാവരും ലൊട്ടേക്കാരൻ പറയുന്നത് ഡിസ്കോഡ്. എടാ ഞാൻ ഡിസ്കോഡിൽ നിന്നും കയറ്റി ഞാൻ എന്ത് പറയാനാണ്. തൊപ്പി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഞാൻ ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാം, തൊപ്പിയില്ല മോനെ. ഇതെൻ്റെ ലൈവാണ്, ഇതെൻ്റെ ചാനലിൽ ഞാൻ വന്ന ലൈവാണ്. അപ്പോൾ ഓനുണ്ടാവില്ല ഇടാം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, തൊപ്പി എന്നുള്ള വാക്ക് ആരും ഈ ചാറ്റിൽ ഉണ്ടാകാൻ പാടില്ല. എന്നെക്കുറിച്ച് എന്ത് പറയും നിങ്ങൾക്ക്? ഓൻ്റെ കുറിച്ചൊന്നും പറയാതെ തൊപ്പി എവിടെ പോയോ ചത്തോ വന്നാ ചായ കുടിച്ച് അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല. മമ്മൂനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാം. പെസ്സ് കളിക്കാം. പിന്നെ എടാ W ഇടടാ, എടാ ഇടല്ല. ഞാൻ പിന്നെ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിച്ച് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം എനിക്ക് തരല. എനിക്ക് W കൊണ്ട കുറച്ച്. നീ സുന്ദരണം. ഞാൻ സുന്ദരാന്ന് എല്ലാവർക്കും അറിയാം. അവിടെ തെന്തട മൊത്തം എല്ലാം വരുന്നത്. എടാ മൂഡ് പോയിപ്പിക്കലടാ ഫസ്റ്റിൽ തന്നെ. ഒന്ന് W ഇടടാ. ഞാൻ ചെയ്യുന്ന ലൈവല്ല, അല്ലാണ്ട് ഞാൻ ഓൻ്റെ അപ്പുറം ചെയ്യുന്ന ലൈവല്ല. ഇത് മമ്മൂൻ്റെ സ്വന്തം ചാനലാണ്. നിങ്ങളൊന്ന് അനക്ക് വേണ്ടിയിട്ട് W ഇട. ഇതെന്ത് കോൾ ലൈറ്റ്സ് ഗെയിം ഇത് മോനെ. ഇന്നലെ മമ്മു പാവേനു, മിന്നാന്ന് IR മമ്മു പാവേനു. പക്ഷെ ഇന്ന് പാവല്ല, അതാരും കരുതണ്ട. മമ്മു തുടങ്ങിയാൽ പിന്നെ തുടങ്ങി. ഇന്ന് കേരളം വിറപ്പിക്കുന്നത് മമ്മതാണ്. എന്താ മമ്മു എന്ന് പറയുന്നത്? മമ്മു അല്ല, മമ്മദ്. ഓക്കെ, മമ്മദാണിത്. ഓക്കെ, ഇവിടെ വന്നിട്ട് കോളൊന്നും ആക്കണ്ട. ഞാൻ ആരെ കോൾ ചെയ്യാനാണ്?
അനക്ക് ആരെ അറിയാനാണ്? പിന്നെ എടപ്പള്ളി എന്താണ്? എടാ ഇങ്ങളെന്താ പറയുക? എല്ലാം ഡബ്ല്യൂ മാത്രമേ കണ്ട് നിങ്ങളെന്താ പറയണേ? നിങ്ങളെന്ത് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ നിന്നാ മതിയാ? നിങ്ങളെന്തെങ്കിലും പറ. എന്നാലൊക്കെ ലൊട്ട മമ്മു മോഡറേറ്റർ ആക്കാൻ ആരുടെ ഉപ്പാനെ? എടാ അക്ക് മോഡറേറ്റർ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ മിന്നാന്ന് കണ്ട മമ്മു അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മിന്നാന്ന് കണ്ട മമ്മു അല്ല ഇത്. മമ്മു മാറി. ഇത് മമ്മുവിൻ്റെ ചാനലാണ്, ഇത് മമ്മുവിൻ്റെ ലൈവാണ് നിങ്ങൾ കാണുന്നത്. അപ്പം എൻ്റെ ലൈവിൽ എനിക്ക് എന്ത് പറയാം? മിന്നാന്ന് കണ്ട കുറേ ആളുണ്ടല്ലോ. ഞാൻ അവരെ അന്ന് മാത്രം ലൈവിൽ കയറ്റിട്ടു, ലൈവിൽ കയറാൻ പോകുന്നില്ല. ഓക്കെ, തൊഫീനോട് വേറെ ഡിസ്കോഡ് ശരിയാക്കി തരാനെന്നാ. ഇതെന്താ ഞാൻ എന്താ പൊട്ടന? എനിക്കറിയില്ല ഇതല്ലോ. ശരിയാവുന്നല്ലേ, ഞാൻ ഒരു പൊട്ടനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. ഞാൻ ഒരു കോമാളിയായിപ്പോയി. എവിടെ കുണ്ടിയാണ് മോനെ, കുണ്ടി കാണിക്കും, മറ്റേത് കാണിക്കും, മറിച്ചേത് കാണിക്കും, അതെല്ലാം. ഇതെല്ലാം എന്തിനാ പറയുക? ഞാൻ നല്ല വൃത്തിക്ക് ലൈവ് ചെയ്യാൻ വന്നിയാൽ നിങ്ങൾ എന്തിനാണ് ഈ കുണ്ടി കാണിക്ക്, മുല കാണിക്ക്, ഇതെല്ലാം എന്തിനാണ് നിങ്ങൾ പറയുന്നത്? ഫിഫ എന്ത് ഫിഫയൊന്നുമില്ല മോനെ. ക്ലാസ് വേറെ ലെവലാ. ഏതിതാ? മമ്മു പണ്ടേ പൊളിയാ മോനെ. ഫ്രീ ഫയർ മോനെ, ഫ്രീ ഫയർ ഈ പബ്ജി പോലത്തെ ഗെയിമൊന്നും ഞാൻ കളിക്കൂലേ. മമ്മൂനെ അത് തീരെ ഇഷ്ടമല്ല. വീട് തന്നെ കളിക്കാൻ പറയുമ്പോൾ ഞാൻ വീട് നിന്ന് ഇറങ്ങിപ്പോക്കാന്ന്. കാരണം എനിക്ക് ഈ തീട്ടം ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വല്ല വിനിമിലിറ്റിയോ മറ്റേ ഡോക്ടർ ഡ്രൈവോ അങ്ങനെ എന്തോ സാധനമില്ലേ, അതെല്ലാം എനിക്കിഷ്ടം. അല്ലാണ്ട് നിങ്ങളെ പോലത്തെ പബ്ജിയും ഫ്രീ ഫയറൊന്നും കളിക്കാൻ അറിയില്ല. ഈദ് മുബാറക്കെല്ലാം പറയുന്നുണ്ടല്ലോ. പെരുന്നാൾ കഴിഞ്ഞ് കുറേ ദിവസമായില്ല മോനെ. ഈദ് മുബാറക്കെല്ലാം പറയുന്നതിൻ്റെ അടുക്ക് മമ്മു സഫാൻ. എടാ മമ്മു ലൈവ് ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴത്തേക്ക് പെമ്പിള്ളേരെല്ലാം വരാൻ തുടങ്ങിയ. മമ്മു നിന്റെ ലീക്കായി എന്നാ? എന്ത് ലീക്കായി? എന്താ ലീക്കായി? എൻ്റെ ഞാനിവിടെ കുണ്ടി ഷഡ്ഡിയൊന്നും ഊരിച്ച് നിന്നിട്ടില്ലല്ലോ. എന്ത് ലീക്കാനാണ്? എടാ വേണ്ടാത്തൊന്നും പറയല്ലേ. ഇവിടെ വന്നിട്ട് എന്നെക്കുറിച്ചിട്ടു അതേപോലെ ഇങ്ങക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പറഞ്ഞോ. മമ്മു വാണടിക്കൊന്നു. അതാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? അതാ നിങ്ങൾ ഞാൻ ചോദിക്കാൻ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്നതാണ് മമ്മു വാണടിക്കുമെന്ന്. മമ്മു ഡെയിലി എന്നല്ല, 5 നേരം മമ്മു വാണടിക്കും. അത് വേറെ കാര്യം. അത് നിങ്ങൾ ഇന്നലെ ഒന്നല്ല അറിയും. നിങ്ങൾ പണ്ടേ അറിഞ്ഞിട്ടുണ്ടാവും മമ്മുവിൻ്റെ കുളസങ്ങൾ. നിങ്ങൾ പണ്ടേ അറിഞ്ഞിട്ടുണ്ടാവും. മമ്മി ഇന്നലെ ഒന്നല്ല തല കാണിക്കുന്നിരുത്. പക്ഷെ മുട്ടയടിച്ചിട്ട് ആദ്യം ചോദല്ലേ. മമ്മു 5 നേരം വാണടിക്കുന്ന എന്തല്ല. അതിന് പേരുകളുണ്ട്. വാണത്തിന് കുറേ പേരുകളുണ്ട്. വാണപ്രഭം, പ്രഭാതവാണം, അതേപോലെ ഉച്ചവാണം, പിന്നെ അങ്ങനെ കുറേ ചായ അടിക്കുന്നു. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഇതാക്കതെ AG ഹോം ടൂറാ. എടാ അതെല്ലാം പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം എന്താ ചെയ്യണ്ടേ? ലൊട്ടേ കയറണോ? മമ്മു അല്ല മമ്മതാണ് കേട്ടോ. എടാ ഞാൻ മമ്മു എന്ന് പറഞ്ഞാ ഞാൻ മമ്മതാണ്. ഓക്കെ, മമ്മതാണ് ഞാൻ. ഫ്രെയിം കറക്റ്റാക്ക്, ക്യാമറ ഇപ്പോൾ ഓക്കെയാ? സിമന്റ് പെണ്ണ് എവിടെ? എന്ത് എടാ ഇത് എനിക്ക് മലയാളം എഴുതാനറിയില്ല പൊട്ടാ. ഇതെന്താന്ന് എഴുതി വെച്ചിനി? 99K. എടാ എനക്കത് നോക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ നോക്കണമെന്ന് അറിയില്ല. അതാണ് പുള്ളി ലൊട്ട. എന്നാലും പിന്നെ ലൊട്ടേ കയറാല്ലേ? ഓക്കെ.
ഉഷാറ് കണക്കിൽ നിന്നോളാണ് കുഞ്ഞാപ്പു കരയണ എങ്ങോട്ടാണ് തിന്നാന് നേര ഇങ്ങോട്ടാണ് എന്നാല് വിരകിനെ ഇതെന്താ പോയേ? എടാ ഇവിടെ കമ്പ്യൂട്ടർ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കമ്പ്യൂട്ടറിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നീ എന്ത് കുണ്ണ ചെയ്യുന്ന? ഒന്ന് ശരിയാക്കി ഇതെല്ലാം എന്തല്ലോ അടിച്ചു പോയിട്ടാ. എന്ത് പാട്ട്? അങ്ങനെ എടി അതിന് ഇത് ഞാൻ സ്ക്രീൻ കാണുന്നില്ല. ഇതെന്താന്ന്? ആ ഏത് അല്ല ഈടെ ഇതൊന്നും വരുന്നില്ലല്ലോ. അതെയാ? ആ അയാ ഗ്രീൻ സ്ക്രീൻ ഇടറാ. നീ എന്താ നോക്കിക്കുന്നേ? എടാ നീയടി പിന്നെ അന്റെ ലൈവ് ഞങ്ങക്ക് ഇടുന്ന ലൈവ് ചെയ്യണോ? നീ പോയിട്ടിട് ഇടേ. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സ്വന്തമായിട്ടുള്ള നിന്റെ ഇത് ഓഡിയൻസിനെ നീ ഉണ്ടാക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നീലെന്താ കാര്യം? നിന്റെ ലൈവിൽ ആരാ ഗ്രീൻ സ്ക്രീൻ ഇടലേ? അത് നീ പറ. വേട് പിന്നെ വേം വേം സമീല എന്താ നക്കണ്ടത്? ഇതാ ആ ഇതെന്താ വീണ് കാറ്റത്ത് പറഞ്ഞു? ഇതെല്ലാം ലെവലാക്ക എന്റെ പൊന്നു നീയാതെ. എന്തൊരു പൊട്ടന്മാരാണ്. ഞാനിങ്ങനെ കൊറേ കളിച്ചിന് വന്നല്ലേ. ആ ഇപ്പൊ കട്ടിയേ നീ കോഴിപ്പണിക്കാരനല്ലേ? കൊറേ കട്ടെല്ലാം അറിയാലോ എനിക്ക്. ഞാൻ വന്ന എങ്ങനെ നിന്റെ ലൈവ് ആവാ? പിന്നെ എന്നെ കാണാനല്ലോ ആള് വരുവാ. നീ സ്വന്തമായിട്ട് ഒരു ഓഡിയൻസിനെ നീ നിന്റെ ലൈവില് ഞാൻ വരുത്തില്ലടാ. ഇന്നെ ഞാൻ ഈ ലൈവിലേക്ക് വിളിക്കുന്നല്ല. നീ പോട്. ഇന്നെ ഗ്രീൻ സ്ക്രീൻ ഇടാനും മുട്ട വറക്കാനും ഞാൻ എന്നെ വിളിക്കുന്നത്. ഇജെന്തിന്റെ ലൈവില് ഇപ്പം കാണുന്നുണ്ടാ? ബ്രോ വളി വിടും. എടാ ഞാൻ ചീത്ത വിളിക്കുക. അന്റെ ലൈവില് കയറി വന്നിട്ട് ബളിയിടാൻ പറഞ്ഞാല് ഞാൻ ചീത്ത വിളിക്കും. ഞാൻ വന്നാൽ ശരിയാവില്ല. ഇവന് ഇവൻ സ്വന്തമായിട്ട് ഇവന്റെ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യട്ടെ. അതാണ് ഞാൻ വരാത്തത്. നീ പോട്. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നീ പോട്. ഇന്ന ഞാൻ എന്തിനാ വിളിക്കാം? ഒരു മിനിറ്റ്. ഇന്നെന്തിനാ ഞാൻ വിളിച്ചേ? ഞാൻ വിളിച്ചത് ആ ഗ്രീൻ സ്ക്രീൻ ഒന്ന് ഇടാൻ വേണ്ടി. പാട്ടെല്ലാം പാട്. ഗെയിമെല്ലാം കളിക്കും. അല്ല ഞാൻ ലൊട്ടേ അല്ല ഒരു മിനിറ്റ്. ഇതെന്താ ചെയ്യേണ്ടത്? ഈ ക്രോമ് ലൊട്ടേ കയറണം പോലെ എല്ലാവർക്കും. അല്ല ന്യൂ ടാബ് വലിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇടുക. ആ ന്യൂ ടാബിനാണ് ഞെക്കി പിടിച്ച് വലിക്കുക. ഇപ്പുറത്തേക്ക് ഇടുക. വലുതാക്കും. എല്ലാം അറിയാലോ. ലൊട്ട അതിൽ തന്നെ ഉണ്ടാവും. വിട്ടോ മോനെ വിട്ടോ. ബൈ. ഇവിടെ ആരും ക്ഷണിച്ചില്ല. ഇതെല്ലാം പറയാനും വിട്ടോ. ലൊട്ട ഓക്കെ. എടാ നമുക്ക് ലൊട്ടേ കയറാം. ടൈപ്പ് ചെയ്യാൻ അറിയില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് എന്തോ ഇതാവും. എടാ മറ്റേ പാട്ടെന്തേ? എടാ ആരും വരാത്ത വമ്പുന്റെ ഫസ്റ്റ് ലൈവാത്. ഇതെന്താണ് ആരും ലൊട്ടേ കയറാത്തത്? കമന്റ് നീ ലൈവിൽ വേണം. വാ ഉപ്പാനെയും കൂട്ടിട്ട് വന്ന വീടാ. രണ്ടാക്കും ഒപ്പർ ഇപ്പുറത്ത് ഇരുന്നിട്ട് വിടാലാ ലൈവില്. എടാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈവാന്ന്. നമുക്ക് ഞാൻ എന്തും പറയുമെന്ന് ഞാൻ പറഞ്ഞേ. ബാങ്ക് ബാലൻസ് ഒന്നുമില്ല മോനെ. എടാ ഇതെന്ത് വരാത്തത് ലൊട്ടാ? അടിക്കുന്നു മതി. അടിക്കുന്നു. ബുറാക്കിൽ കയറി വേറെ വല്ലം ചെയ്യാൻ. എന്ത് ചെയ്യാനേ മോനെ? നിങ്ങൾ പൊളി എന്നെ കുണ്ണ കാണിക്കാൻ വേണ്ട മോനെ.
ചിന്ത നീടമെന്ന് പറയുന്നത് കുടിയെല്ലാം കാണിക്കാൻ. എടാ എൻ്റെ ചാനൽ അടിച്ചുപോടാ. ഞാൻ ഇന്നലെ മുതലേ ലൈവ് തുടങ്ങാൻ തുടങ്ങിയത്. എൻ്റെ ചാനലങ്ങ് അടിച്ചോ, എനിക്ക് എൻ്റെ കുഞ്ഞെല്ലാം കാണിച്ചു തന്നാൽ അത്രക്കും വലിയ ഇല്ലെങ്കിലും യൂട്യൂബിനറിയാം എൻ്റെ ചെറിയ ഉണ്ണിയെ വലിയ ഉണ്ണിയെ അങ്ങനെയൊന്നുമില്ല, ബാനാക്കുന്നതിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നന്നായി. എടാ എന്താടാ വരാത്ത? എടാ ലൊട്ടാന്നില്ല ഞാൻ എന്ത് ചെയ്യാനേ? സ്കിപ്പ് മോനെ കൊറേ അടിച്ചിട്ട് എന്താ വരാത്ത? വന്ന്. ഹലോ മോനെ, മുഖം കാണിക്ക്. എടാ മുഖം കാണിക്കട. പെണ്ണെന്നല്ല എടാ മുഖം കാണിക്ക. നായണ്ട മോനെ ഇവിടെ സ്കിപ്പ് അടിക്ക. ഇത് എത്ര ടൈം വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം മോനെ? ഇത് എത്ര ടൈം വെയിറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്? മങ്കി ഒമേ ടി വി ഒക്കെ ലൊട്ടേ തന്നെ. വല്ല ലൊട്ടേ കയറി കളിച്ചപ്പോൾ എന്തിനാ നമ്മൾ വലിയ ബിസിനസ്സിലേക്ക് പോകും? സഫ ഇതേത് സഫ മോളെ? പെൺപിള്ളേരെല്ലാം ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ബുറാക്കിൽ കേരി ഒന്നോക്കെ. എടാ നീ അതെ ഓക്കെ ബ്രോ. എന്തല്ല സുഖല്ലേ? എവിടെ സ്ഥലം? കൊച്ചിയിലെവിടെ? പാലാരിവട്ടം. എന്താ ചെയ്യുന്ന? പഠിക്കുന്ന? പ്ലസ് ടു കഴിഞ്ഞിരിക്ക. അന്നറിയോ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരിയമ്മ. ബുറാക്കിൽ കേറി. ഇതെന്തൊരു ബഗ്ഗും കുഞ്ഞാടാ. അവിടെ ഞാൻ ലൊട്ടേക്ക് കയറുന്നില്ല, ബയ്യാട്ടം കയറാം. പിന്നെ ഒരു മിനിറ്റ്. എടാ ഇതെങ്ങനെ? പിന്നെ കരോക്കെ പാടണം. അതിൻ്റെ സംബന്ധിച്ച കാര്യങ്ങൾ എന്താ സംഭവം? ബ്രൗസർ ഏതിതാ? ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം ഇത്. പ്ലസ് അടിച്ചിട്ട് എടുക്ക്. പുറത്തേക്ക് വലിച്ചെടു. ന്യൂ ടാബ് വലിച്ചെടു. വിട്ടോ. യൂട്യൂബ് എടുക്കും. അറിയാ. ഇതെന്താ ആ പാട്ടന്നെ വരുന്ന എൻ്റെ വായില്? കരോക്കെ മലയാളം. ഏതാ പാട്ട് പാടുന്നതെന്ന് ചോദിക്കാതെ പോട്ടാ. മമ്മു. എനിക്ക് മലയാളം വായിക്കാൻ അറിയാം, പക്ഷെ ഇവര് എഴുതുന്ന മലയാളം എനിക്ക് തിരിയുന്നില്ല. ഏത് പാട്ടാ വേണ്ടേ? കരോക്കെ ഏത് വേണ്ടേ? വേം പറ.
പാട്ടന്നെ വരുന്നു. മോൻ അങ്ങ് ഇറങ്ങിപ്പോ. എടാ എടാ ഞാൻ ഇൻസ്റ്റ ഇതെന്താണ് സ്ക്രീൻ ഇത് ഇങ്ങനെയാ? ആ ഓക്കെ. കരോക്കെ കരോക്കെ ഏതാ വേണ്ട? വേഗം പറ. റാമ്പ് റീപ്ലേ ആയിരുന്നല്ലോ. ഓനോട് പോയി ചോദിക്കടാ, എന്നോട് ചോദിക്കുന്നേ. നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവരെ കാര്യങ്ങള് നിങ്ങൾ എന്തിനാണ് എൻ്റെ ലൈവിൽ വന്ന് ചാറ്റിൽ എന്തിനാ ചോദിക്കുന്നത് പൊന്നു മക്കളെ? റാമ്പനോട് ചോദിക്കൂ. ഓനിക്ക് പല പല കാര്യങ്ങളും ഉണ്ടാവൂലേ. അന്നേരം ഓൺ ടൈം ആകുമ്പോൾ നിങ്ങളെ മെസ്സേജ് നോക്കൂ. ഇതെന്താന്ന് എല്ലാം ഭയങ്കര. ഞാൻ ഒന്ന് നോക്കട്ടെ, ഒന്ന് ആശ്വസിക്കാം. കുറേ എത്തല്ലോ എല്ലാം ഉണ്ട്. മൊത്തം എല്ല്. എന്നാ പിന്നെ മമ്മൂര് കരോക്കെ ഞാൻ തന്നെ കരോക്കെ ചെയ്തോടാ. കാ രോ കേ ഇതാ ഏതാണ്? ഏതോ വർമുകളിൽ കിനാവിലെ മുത്തായി നീ വന്ന് ഏത് മുകളിൽ പൂമാനമേ ഇതളാവിളിയേ. കിളിയെ പാടിയാലോ? ഓക്കെ. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കല്ലേ, ടേസ്റ്റ് ഉള്ളത് കഴിക്കേ. പുതിയ സ്നീക്കേഴ്സ് പീനട്ട് ബ്രൗണി, ടേസ്റ്റ് ഉള്ളത് മാത്രം കഴിക്കൂ. അല്ല എന്റെ അക്കൗണ്ട് എടുക്ക, അതില് ഇതില്ല. ഓക്കെ പാടാം. ഇതെന്താണ് മ്യൂസിക് ഒന്നും ഇല്ലാത്ത? അതാ ഇല്ലേ മ്യൂസിക്? തുടങ്ങി. വിട്ടോ അവിടെ വിട്ടോ എല്ലാരും വിട്ടോ. ഇതാ പൂവേ തടം പൂവേ പൂവിൻ നെഞ്ചിൽ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തൊഴുകും അമ്പിളിക്കുഞ്ഞാലെ അരികിൽ ചേർന്നിരിക്കൂലെ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തം കൂടത്താട്ടെ മഴവിലെ ചന്ദനൻ എന്നുവൻ സ്വന്തനേ കിളിയെ കുത്ത കിളിയെ പൊക്കി കിളിയെ കൂട്ടത്തിലെന്താ കിളിയെ ഇന്ന് തോറും തള്ളക്കൂറുമ്പേ കൊന്നാണെന്നാ പൂർണ്ണനിരയാ. മായം കുട്ടി മായാടിക്കില്ലേ മാനത്തോടെ നടത്തിയിടല്ലേ കാതലിന് ചൊന്നാതല്ല നേരാണോ നിന്നെ മാത്രമോർത്തിരുന്നത് കനവുകൾ പണമുറി കത്തിരിക്കും നാടൻ പെണ്ണാണ് ചെന്നുവിളിക്കുന്ന തന്ത്യം വിട്ട് തീയെടുക്കുന്ന രാധ്യം വിട്ട് നമ്മൾ രണ്ടും ലോകം വിളക്കൂത്തി ആകറിഞ്ഞൊരു കയ്യിൽ കഴിയും നോക്കുമ്പോൾ മഴവിൽ സ്വന്തമേ നീ എൻ സ്വന്തമേ തന്താനെ താനെ തന്താനേ പൂവേ തട്ടപ്പൂവേ. ഇത്രയും പാടാ അടുത്ത എടാ നിങ്ങൾ പറ അടുത്ത കരോക്കെ വേണ്ട അടുത്ത ഇതെന്തൊരു ഊമ്പിയ കരോക്കെ ആയിപ്പോയി. ഓൻ്റെ നെഞ്ചും കുണ്ണിയെല്ലാം ഒപ്പരാവുന്നത് വേണ്ട അവന്.
നിങ്ങൾ വേറെ അടുത്ത ഏതാ വേണ്ടേ എടാ നായിൻ്റെ മക്കളെ എല്ലിടാൻ വേണ്ടിയിട്ട് ഇവിടെ വരില്ല. ഇവിടെ നല്ല കരോക്കെ ഞാൻ പാടുമ്പോൾ നിങ്ങൾ എന്തിനാ അവിടെ പോയി എല്ലിടുന്നത്? 100K അടിച്ച 100K അടിച്ച 100K അടിച്ച റണ്ണപ്പ്. ആ റണ്ണപ്പ് ഏത് പാട്ട്? റണ്ണപ്പ് ഡോക്ടർ ആയിഷ. ആ ഒരാളെങ്കിലും ഇവിടെ വന്ന് അത് പറഞ്ഞല്ല, ഡോക്ടർ ആയിഷ. പൊന്നു മോനെ, ഇവക്ക് എന്താ സംഭവം? ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ ഡോക്ടർ ആയിഷ എന്ന് പറഞ്ഞത് എന്തല്ലോ വീഡിയോ ഉള്ളേ എൻ്റെ ഇത് ഇതാക്കാൻ പറ്റുമോ? എടാ നീയാതെ എൻ്റെ ഇൻസ്റ്റ ഞങ്ങൾക്ക് മറ്റോളെ ഡോക്ടർ ആയിഷൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കണം. എന്നേ വിളിച്ചു അല്ല കുണ്ടി കുത്തുണ്ടായി. എടാ എങ്ങനെ ഇതാ എനിക്കറിയില്ല. എന്തെങ്കിലും ആയിരുന്നെങ്കിൽ പിന്നെ ആ കുത്തി വന്നോ? ഇത് ഏതാ? ഇതാ ഓക്കെ. ഫുൾ സ്ക്രീൻ എങ്ങനെയാ? ഇങ്ങനെ മതിയോ? സ്ക്രീൻ വന്ന് ഇവളെ പേരാണെങ്കിൽ ഒരു ഓളെന്നെ സ്വയം ഇട്ടത് ഓക്ക് ഡോക്ടർ എന്ന്. ജനിച്ച പാട് വയറ്റിൻ്റെ ഉള്ളിനെ ഇട്ടതാ നായിൻ്റെ മോക്ക് ഡോക്ടർ എന്നുള്ള പേര്. പിന്നെ എന്നെ കുറിച്ച് ഇതാ ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. ഞാൻ ഇതിനെന്തായാലും ഇതാക്കൂടാ. ചബ്ബി അവൻ്റെ കാണിച്ചരാം. മഫ്തി വിട്ടിട്ട് ഓള് ഒരുങ്ങി നിന്നിനോള് ഓർത്തു. എൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കിയാ മോളെ? എന്താ എടാ ഇത് കാണുന്നില്ല. എടാ ആരെങ്കിലും എയിമിലുണ്ടോ വീഡിയോ? ചബ്ബി ഓക്കെ. ഞാൻ പറയിക്കുന്നില്ല. ഇതെന്താണ് കാണാത്തത്? ആ ഇതെന്താന്ന് ഇവളെന്നെ പറഞ്ഞ് ഇവയ്ക്ക് മനസ്സിലാവുന്നില്ല. ആകെ ഇത്രേ റീലുള്ളൂ. ആ റീലിൽ ഏടിയാന്ന് എൻ്റെ വീഡിയോ. എനിക്ക് അതാ കാണേണ്ടത്. ബെർട്ട് ഇല്ല. ഹൈഡാക്കിയാ മോളെ? മമ്മൂനെ പേടിച്ചാ? മമ്മൂന്ന് തന്നെ ഞാൻ പറഞ്ഞു മമ്മദ്. മമ്മദിനെ പേടിച്ച് നിങ്ങൾ മൊട്ട മമ്മദിനെ പേടിച്ചാ? ആയിഷ, ഡോക്ടർ ആയിഷ തന്നെ ഞാൻ വിളിക്കൂ. കാരണം ഓക്ക് സ്വയം ഓളെന്നെ എഴുതി വെച്ചതാ ഡോക്ടർ എന്ന്. മുഹമ്മദിനെ അറിയില്ല ഓക്ക്. ഏടിയാടുള്ള എടാ ആരെങ്കിലും ഒന്ന് അയച്ചേരോ? എടാ ഇതെന്താ കിട്ടാത്ത പോലും? ആരെങ്കിലും അയച്ചേരോ? ഓള് കളണ? ഓളെന്താ പറഞ്ഞെന്നുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എടാ പിന്നെ ഓളെന്താ ചബ്ബി എന്താ അതിൻ്റെ ഇത് അർത്ഥം എന്താണ്? അല്ല എനിക്ക് ഇവരോട് പറയണല്ലോ. കാരണം അന്നോട് ചോദിക്കാം. എടാ എന്തിനാന്ന് ഞാൻ ഇവിടെ വെറുതെ ഇവൻ്റെ ലൈവിൽ വന്ന് നിന്നാന്ന്. അപ്പം അന്നെ കുറിച്ച് എൻ്റെ മുഖം ഓക്ക് ചമ്പണം പോലെ. എന്തിന് ചമ്പണം എൻ്റെ മുഖം? 2 കുട്ടിയാണ്. ഭർത്താവ് ഗൾഫിലാണ്, കുവൈത്തിൽ ജോലി ചെയ്യുന്നേ. ഭർത്താവിനോടും പോലും പറയുന്നില്ല ഈ വീഡിയോ ഇടുന്നുണ്ട്. മക്കൾക്ക് പാല് കൊടുത്തോണ്ടാന്നോള് മുന്നെ ചപ്പണം മുന്നെ ചമ്പനം ഇതാക്കുന്നോള്. ഒക്കെ എന്തിൻ്റെ കാടാന്ന്? ഓളാ വീഡിയോ ഇതാക്കിയിട്ടുണ്ട്. അടുത്ത നാളെ ഓള് റീലിലുണ്ടാവും. എൻ്റെ മമ്മൂസ് എന്നെ ചമ്പുന്നില്ല, എൻ്റെ മമ്മൂസ് എന്നെ കുറിച്ച് എന്തെല്ലോ പറഞ്ഞ്. ഞാൻ ചീത്ത വിളിക്കുന്നില്ല പൊന്നുമോളെ. പെണ്ണായോണ്ട് ഫസ്റ്റ് എന്തോ ചീത്തയാട്ടം വിളിച്ചിന്. അത് നീ പൊരുത്തപ്പെടാണ്ട് ചെയ്യേ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഇട്ടാ പൊന്നുമോളെ
ആ നിന്റെ അടുത്ത് അവള് ചാറ്റ് ചെയ്തില്ലേ? ആ കാണിച്ചു തരാം. ഹാ വേണേ ഞാൻ കാണിച്ചു തരാം എൻ്റെ പൊന്നുമോനെ ഇഷ്ടംപോലെ. ഞാൻ ഒരു റിപ്ലൈയും കൊടുക്കലില്ല, എന്നാൽ ലൈവിൽ വിളിക്കണ. കോൾ ചെയ്യണോ? എടുക്കോ ഓക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്ക് അറിഞ്ഞിട്ടില്ല ഈ മമ്മൂദ് ഒരു ദിവസം ലൈവ് തുടങ്ങുമെന്ന് ഓക്ക് അറിഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ കോളാക്കാം. ഓഡിയോ മുണ്ടാണ് കങ്കീത് ഇതാക്കണം. ഇപ്പം മിണ്ടണ്ട, ഒരു 2 മാസം കഴിയുമ്പോൾ മിണ്ടിയാൽ മതി. 2 മാസം വരെ ഞാൻ നീറ്റൊക്കെ ക്രാക്ക് ചെയ്ത് MBBSനൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ മിണ്ടിയാൽ മതി. പോയാ അടുത്ത അല്ല എന്നാലും നീ എന്താ നോക്കാറാത്തല്ലേ? തൂർന്ന് നടക്കാ നീ വോയിസ് അയക്കുന്നേ. നീ തൂർന്ന് മുക്കുന്ന നടക്കാ നീ വോയിസ് അയക്കുന്നത്. സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടല്ലേ? നീ തൂർന്ന് നടക്കാട്ടാണ് വോയിസ് അയക്കുന്നത്. പിന്നെ ഓക്കെ എടാ ഒരു മിനിറ്റ് അവിടെ ഞാൻ എന്നോട് ഒരു വരട്ടെ. എന്നെ കുറിച്ചിട്ട് ഞാൻ അത് പറയുന്നില്ല. പിന്നെ പെണ്ണിനെ മാത്രം എന്ത് വരെയൊക്കെ സംസാരിക്കാൻ? അവിടെ ഇങ്ങനെ പ്രതികരിക്കണ്ട. ഇങ്ങനെ പ്രതികരിച്ചാൽ എല്ലാ ആണുങ്ങന്മാർക്കും ഇതാ വിധി. അത് നിങ്ങൾ ചിന്തിക്കണോ? നമ്മളെന്ത് രീതിയിലും കേൾക്ക്. നമുക്ക് ആ വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചരാ. പിന്നെന്ത് നിങ്ങൾക്ക് കേൾപ്പിച്ചരാ പേടിച്ചല്ലേ ഇതാക്കി എൻ്റെ ലൈവല്ല മക്കളെ. കേട്ടോ ഒരു കാര്യം അറിയോ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട് ഒരു ഫ്രണ്ടായിട്ട് വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കറങ്ങി നടക്കാൻ പറ്റിയ മുതലാ. കറങ്ങി നടക്കാൻ മുതലാണ് ഈ പൊന്നുമോളെ. നീ വല്ല തമിഴ്നാട്ടിലാട്ടം പോയിട്ട് ആടിയുണ്ടോ? പാലത്തിൻ്റെ അവിടെ കുറേ ഇഷ്ടംപോലെ ആമ്പിള്ളേരുണ്ടാവും. തമിഴന്മാരെപ്പരെ പോയി കറങ്ങി നടക്ക്. അവരാകുമ്പോൾ 2 കുൽഫി വന്ന് നിന്നെ പറ്റിക്കൂ. അന്നെ അങ്ങനെ നോക്കാൻ നോക്കല്ലേ? കറങ്ങി നടക്കാൻ ഞാൻ കുവൈത്തിൽ ഭർത്താവുണ്ട് എന്നിട്ട് കറങ്ങി നടക്കാൻ എന്തൊരു പെണ്ണാണ് മോളെ. ഡോക്ടർ ആയിഷ എന്നെ കാക്കട്ടല്ല. ഇങ്ങനെ ആയിപ്പോയല്ല. ആക്ച്വലി ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്താലും എൻ്റെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റ്സ് ആണ്. എനിക്ക് ഗിഫ്റ്റ്സ് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാൻ എനിക്ക് ഒരു കാര്യം വച്ചിരും. എന്താ അറിയോ? ഞാൻ പളിയിട്ടാരെ എനിക്ക് അത് മതി. എനിക്ക് അതുപോലെ നെറ്റ് ക്രാക്ക് ചെയ്യണോക്ക് ഇതെല്ലാം അയച്ചിന്. ഓക്കെ നിർത്തി. പിന്നെ ഒരു പെണ്ണായൻ്റെ രീതിയിലാണ് ഞാൻ അധികം പറയാത്തത്. ഗെയിം കളിക്കാം. ഗെയിം കളിച്ചാലോ? പറ ഗെയിം കളിച്ചാലോ? എടാ FF വേണ്ട. കോളാക്കണം. കോളാക്കിയോള് ചിലപ്പോൾ എടുക്കൂ. എടുക്കണം നീ. എൻ്റെ ചപ്പിച്ചപ്പിനെ കാണിച്ചായിരുന്നു. കിളിയേ കിട്ടിക്കിളിയേ മുച്ചക്കിളിയേ കുഞ്ഞാറ്റേ കുണ്ടിയിൽ ഒന്നുമില്ല. എടുക്കണ ഡോക്ടർ ആയിഷ. മൊട്ട മമ്മദിനെ പേടിച്ചിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പേടിച്ചാ എന്തേ? കോളടിക്ക് ഇന്ന് കാണിച്ചാലോ. ഒരു സമാധാനത്തിൽ പോകുന്ന അന്ന റീലിട്ടിട്ട് നീ എന്തിനാ നാട്ടിച്ചത് ആൾക്കാർ മുമ്പ്? പെണ്ണുങ്ങൾക്ക് 10-28 വയസ്സുണ്ട് എന്നിട്ട് നോക്ക് എടുക്കുന്നില്ല. നീ എടുക്കുന്നവരെ ഞാൻ വിളിക്കും പൊന്നു മോളെ ആയിഷ.
നീ എടുക്ക് മമ്മു. പെസ് കളിക്കുക ഒരു മിനിറ്റ് ഈ കോളൊന്ന് എടുക്കട്ടെ. എടാ സംഭവമൊക്കെ പേടിച്ച് ചിലപ്പോൾ ലൈവ് ആണെന്നുണ്ടാവും. സംഭവം പേടിച്ച് അതാണ് നമ്മൾ എന്താ കോളൊന്നും എടുക്കാത്തത്. ഇനിയിപ്പോൾ അടുത്ത നാളെ ഒരു റീലങ്ങ് ഇറങ്ങും. എടുക്കുന്നില്ല ഓക്കെ അവിടെ പെസ് കളിച്ചാലോ? എടാ ഞാൻ പറഞ്ഞല്ലോ FF-ഉം കണ്ട തീട്ട BGM ഒന്നും നമുക്ക് കളിക്കാനാവൂല മോനെ. പെസ് വേണേ കളിക്കാം. 1 win പെസ് കളിക്കണ്ടേ? പെസ് ഓക്കെ 1 win കളിക്കാം. ഓക്കെ കിളിയേ ചുറ്റക്കിളിയേ ഗുറ്റക്കിളിയേ തെല്ല. എടാ ഇതെങ്ങനെ വില്ല സ്ക്രീൻ ആക്കലേ? ഇതെന്താന്ന് എല്ലാരും 2 ബലൂണ് വീർപ്പിച്ചല്ലേ 2 മുളയും വീർപ്പിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ വൃത്തിക്ക് ഇവിടെ വലിയ സ്ക്രീൻ ആക്കിയത് ഇടാം. ആ ഓക്കെ മതി. അവിടെ കിളിയെ അവിടെ വെള്ളം ഉണ്ടോ? പക്ഷെ വെള്ളം എടുത്തു. കിളിയേ ചുറ്റി കിളിയേ വിത്ത് കിളിയേ ബല്ലാലേ. അവിടെ BGM ഒന്നും കളിക്കാനാവൂല. ഗേണിയാ? അതെന്താന്ന് ഗേണി? നീ കളിക്കുന്നോ? എൻ്റെ പബ്ജിക്കൊന്നും ഞാനില്ല മോനെ. തന്തക്കടിയാണെങ്കിൽ മമ്മു തുടങ്ങി. മമ്മൂനി പെസ്സിൻ്റെ പ്രാരികൾ. എടാ ഫസ്റ്റ് നമുക്ക് കളിച്ചാലോ? നീ എവിടെയും പോ. എടാ കളിക്കണ്ട. അല്ല ഫസ്റ്റ് കളിച്ചാൽ പോരെ? ഒരു മിനിറ്റ് എൻ്റെ ടീമിൽ ആരെല്ലാം ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്. മൈ ടീം പ്ലേസ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഇത് ഏതാടാ? നെയ്മർ ഏതാന്ന്? ഇത് ഒരു മുരടിച്ച പോലത്തെ നെയ്മറാണല്ലോ. കളിക്കാം. ഓക്കെ ഗെയിം പ്ലാൻ എന്ത് ഗെയിം പ്ലാൻ? എടാ 1 win. എടാ ഞാൻ കാര്യം പറ്റ എനിക്ക് നല്ല അക്കൗണ്ട് ഒന്നുമില്ലടാ. അങ്ങനെയല്ല, ഞാനിപ്പോൾ ഞാൻ തന്നെ ഒരു തട്ടിക്കൂട്ടിയൊരു അക്കൗണ്ടാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടാ ഈ മുരടിച്ച് പോലത്തെ നെയ്മറും മെസ്സി ഉണ്ട് തോന്നുന്നു. അല്ല മുരടിച്ച് പോലത്തെ നെയ്മറാണ് ഇതിലുള്ളത്. നമുക്ക് നല്ലൊരു അക്കൗണ്ട് വേണോ? ആരെങ്കിലും ഉണ്ടോ അക്കൗണ്ട്? അതുണ്ടെങ്കിൽ DM ചെയ്യണേ. ഇൻസ്റ്റയിൽ അയക്കണേ, മെസ്സേജ് അയക്കണേ. കളിച്ചൂടെ. എടാ ആരെയുള്ള 1 win ഉണ്ടോ? വാ എന്തൊരു നാളാണ്. കയറി ഇരിക്കേ. ഇനി ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യൂല. അല്ല പിന്നെ ഫസ്റ്റ് കളിക്കുന്ന സോങ് ഓഫ് സോറി. അവിടെ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഒരു കളിക്കാം. അൽത്ത് മമ്മൂൻ്റെ ഒരു കളിയുണ്ടോ? എന്നിട്ട് ഈ 1 win കളിക്കണോ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ 2 match പൊളിപ്പടാ. ഡിസ്കോഡ് തുടങ്ങണം. ഒരു ദിവസം തുടങ്ങണമല്ലേ ഞാൻ? സോങ് കുറക്കടെ. സോങ് എങ്ങനെ കുറക്കോ? ഇതോ ഇതെങ്ങനെ കുറക്കാൻ പറ്റും? ഒന്നും അറിയില്ല. അവിടെ ഒരു മിനിറ്റ് ഹെഡ്സെറ്റ് നോക്കണം.
ഹെഡ്സെറ്റ് നോക്കണം. കുത്തീന ഹെഡ്സെറ്റ് വെച്ചാലേ മമ്മൂന് കളി വരുമോ? ഹെഡ്സെറ്റ് വെച്ചാ അടാ ഇതെന്താ ഇപ്പം ഇങ്ങനെ ആക്കുക? എടാ ഇതാക്കണം നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണോ? അല്ല എടാ ഇതെങ്ങനെ? ആ എന്ത് മോനെ മമ്മൂനെ വെച്ചാൽ ചെവിൻ്റെ ഉള്ളിൽ നിന്നല്ല ഇങ്ങനെ ഫുട്ബോൾ തട്ടുന്ന ഒച്ച വെക്കണോ? അതിനാണ് ഞാൻ ഹെഡ്സെറ്റ് കളിക്കുന്നു. കളിച്ചോ? കളിക്ക. ഓക്കെ. മൈക്കൽ ഉസൈർ എന്താന്ന് അവന്റെ പേര്? കളി തുടങ്ങിയ മോനെ, കളി തുടങ്ങിയേ കളി തുടങ്ങി മുട്ടി അതാ ഫസ്റ്റ് കളിയാന്ന് മോനെ, അതാ ആൻഡ്രോയിഡ് റോബോട്ടെ നിന്നെ അല്ല എൻ്റെ ഉപ്പാനെ ഞാൻ പിടിക്കും കേട്ടിട്ടാ. അതാ ബാ കയറി അല്ലാന്റെ മോനെ ഇതെന്തൊരു ഓട് ഏയാന്നേ എന്നാലും കുഴപ്പമില്ല. നീ ഗോളടിച്ചോ? അടിയടാ. ഫസ്റ്റ് ഗോളാണ് മോനെ. ഇത് അതിന്റെ മോനെ അടിച്ചത് മൈക്കിൾ ഒസാക്കർ ഓനാണ് ഗോളടിച്ചത്. ഓക്കെ ഫസ്റ്റ് ഗോളാണ്. ഞാൻ കളിക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം മോനെ. ഫസ്റ്റ് ഗോളാണ് മമ്മൂന്റെ ഫസ്റ്റ് ഗോള്. ഇന്ന് ഇവിടെ എന്തെങ്കിലും നടന്നിട്ടേ ബാക്കിയുള്ള കാര്യമുള്ളൂ. അത് ഞാൻ പറയാം. ഏത് ഗോളടാ മോനെ. എടാ എന്നാ പിന്നെ ദിവസം മെസ്സ് അടിക്കാം. എന്താ പറയുന്നത്? തൊപ്പിയോടെ ഇന്റെ അതിന്റെ മോനെ ഞാൻ പറഞ്ഞ് ചാറ്റിൽ വന്നിട്ട് തൊപ്പിയോടെ രാമ്പൻ എന്താ മെസ്സേജ് അയക്കാത്തത് അതൊന്നും ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഇവിടെ മമ്മൂന്റെ ലൈവാണ്, മമ്മൂനെ പറ്റിയുള്ള എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ ഇവിടെ വാ മൈക്കൽ ഒസീറ നീ തന്നെ കേറി നയൻ്റെ മോനെ വെട്ടിച്ചേരിക്കോ ഇവിടെ. കേറി പോയി മോനെ അടിച്ചോ. വാ കേരൂല. അങ്ങനെ എടാ മോനെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാല് ആ മൊരടിച്ച നയൻ്റെ മോൻ നെയ്മർ നേരത്തെ സെന്ററിൻ്റെന്ന് കളിക്കുന്നത്. എന്താ അറിയില്ല, ഉപ്പ കൂട്ടാൻ വന്നിന്. കളി കഴിയുന്ന മുമ്പേ ഉപ്പ കൂട്ടാൻ വന്നിട്ടുണ്ട് ഗ്രൗണ്ടിന്റെ വേക്കിൽ. അതുകൊണ്ട് അടിക്കാത്തത് കണ്ടാ. രണ്ടാമത്തെ നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഗോള്. ആരടിച്ച നെയ്മറാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മെസ്സിയോ ഒന്നെ ഞാൻ വിചാരിച്ച മെസ്സിയാവുന്നത്. വല്ലം ഗോളടിക്കോ? രണ്ടാമത്തെ ഗോളാണ് മോനെ, രണ്ടാമത്തെ ഗോള്. ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും നടക്കുക ആലോചിക്കണം. ഇവിടെ എന്തെങ്കിലും നടക്കൂ. ഓക്കെ അടുത്ത അതാ അത് നല്ല രസമുണ്ടടാ. ഞാൻ എന്താ ഇടക്കിടക്ക് പാടുന്നറിയോ? നല്ല രസമുണ്ട് പാട്. സമാവാത്തെ ബുറാക്കിൽ കേറി മൂന്നാമത്തെ സമാവാത്തെ ബുറാക്കിൽ കേറി കൊടുക്കണ. അതാ നാലാമത്തെയാ അത്രേ മമ്മൂന് വേണ്ടു. ഡൈവറും റൊണാൾഡോ നിങ്ങൾ ചെയ്യണ്ട ബ്രോ. ഐ ആം മെസ്സി ഫാൻ ബ്രോ. മെസ്സി ഫാൻ. നെയ്മർ ഇല്ല, റൊണാൾഡോ ഇല്ല. ശരിക്കും അതിൻ്റെ ഇടയ്ക്ക് കമന്റ് പറയുന്നുണ്ടാ. ഇടയ്ക്ക് മലയാളം പറയുന്ന കേൾക്കുന്നത്. എത്ര ഗോളത്രേ
ഒമ്പതാ മൊത്തം 3 ഗോൾ അടിച്ച ഇതാ പിടിച്ച അടുത്ത ഗോള് ആ കയറി 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 കേറിക്കാൻ നെയ്മർ ഒന്നും ഒരു പാസും കൊടുക്കുന്ന മോനെ കേറിക്കോ വേണ്ട മോനെ സൈഡിൽ വന്ന് കളിക്കുന്നടാ നീയല്ല ആ കൊടുക്ക് അങ്ങനെ ബാ 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 അടിച്ചോ സെമ്പ നാലാമത്തെ ഗോൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ആരടിച്ചത് അതും നെയ്മർ ആണെങ്കിൽ മോനെ നെയ്മറിനെ അടുത്ത് പുറത്തിറക്കും. കാരണം നെയ്മർ എന്നാ പിന്നെ അതെല്ലാം ഒന്ന് ലെവലാക്കിട്ട് തന്നാ പോരെ. ഇത് സൗണ്ട് കുറവ് ഇവിടെ കളിക്കുന്നിടക്ക് വന്നിട്ട് ഇതാ ഇപ്പൊ ഓക്കെയാ. ആ സൗണ്ട് ഓക്കെയാ നോക്കിയാ എടാ നീയാതാ 4 ഗോൾ അടിച്ച ബസ്സില് 4 ഗോള്. ഓ എനിക്ക് പിന്നെ BGM മുന്നെല്ലാം പറ്റും നമുക്ക്. ആ അടുത്ത ആ കളി ആ വാ വാ അനക്ക് തീരെ നെയ്മറിന് എനിക്ക് ഇഷ്ടല്ലേ. കൊടുക്കട വാസപ്പുറത്ത്. ആ അയ്യവാ മെസ്സി എടുക്ക് അങ്ങനെ അടിച്ചോ. നീ സെന്ററിന്ന് അടിച്ചോ ഗോളാ. അടിച്ചോ അയ്യവാ കൊടുത്തോ. എടാ അഞ്ചാമത്തെ ഗോള് മോനെ. 5ാമത്തെ ഗോള് മോനെ. എല്ലാം ആ വന്നോട്ടെ എല്ലൊക്കെ വന്നോട്ടെ. ലൈവ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാന്നുള്ള ഇവിടെ കയറ്റി വെച്ചത് എല്ലാ മോനെ. 4ാമത്തെ ബ്രസീൽ. ആ വാമോസ് അർജന്റീന. ഓക്കെ ബ്രോ താങ്ക് യു ബ്രോ. ഓക്കെ മൊട്ട മമ്മത് കളി തുടങ്ങിയ പൊന്നു മോനെ നിർത്താൻ ഇത്തിരി പ്രയാസ. എടാ സെക്കൻഡ് ഹാഫിന്റെ മുമ്പാണ് മമ്മു 5 ഗോൾ അടിക്കുന്നത്. അത് നിങ്ങ ചിന്തിക്കണോ. എടാ ഈ നെയ്മറിന് എങ്ങനെയാ പാസ് പോന്ന്. എടാ തിരിച്ച് പാസ് കൊടുക്ക. ആ സെക്കൻഡ് ഹാഫ് നെയ്മറെ ഉപ്പ കൂട്ടാൻ വന്നിട്ടുണ്ട്. വേഗം വിട്ടോ കേട്ടാ. അടിക്കോ ഉസിൻ അടിക്കും പൊന്ന് മോനെ. ഗുസൈലിന്റെ 6ാമത്തെ ഗോളാണ് പൊന്നു മക്കളെ. സെക്കൻഡ് ഹാഫിന്റെ മുമ്പ് 6 ഗോള് മൊട്ട മമ്മദ് അടിച്ചിട്ടുണ്ട് മോനെ. ഇനി കളിയാക്കാനുണ്ടേ എല്ലാം നായിന്റെ മോനെ. എല്ലാം ഞാൻ ഇടന്ന് പറഞ്ഞിട്ട് കേട്ടടാ കുണ്ണകളെ. ഇവിടെ മൊത്തം W. ഇവിടെ 6 ഗോളിന്റെ ഉപ്പാക്ക് വെച്ചതല്ല കേട്ടടാ. ഇവിടെ മൊത്തം ആ പിന്നെ കളി വലിയ വരുന്നത് മൊത്തം 50 കഷ്ടപ്പെട്ടിട്ട് കളിക്കൂ. അന്റെ കണ്ണനല്ലേ എടുത്തു. ഇത് വീട് എടാ മതിക്ക്. എടാ ഞാൻ വീടിന്ന് കഷ്ടപ്പെട്ടിട്ട് ലൈവും ഗെയിമും കളിക്കുമ്പോ നീ ഇവിടുന്ന് മുട്ടാമ്പലേറ്റ് നിന്നാളാ. എടാ അങ്കുന്ന എടാ അക്ക് വേണ്ടിട്ട് ഞാൻ അല്ല അങ്ക് വേണ്ടിട്ടാക്കിയോ. അല്ല അങ്ക് ഫുള്ള് വേണം. അങ്ക് ഗെയിം കളിക്കണം. എന്റെ മുട്ട പോലെ തന്നെ ഉണ്ടല്ലേ. സെക്കൻഡ് ഹാഫ് ഓടിക്കേ. എല്ല് വന്നോ. എല്ല് ഞാൻ തീർത്തരാടാ. അടുത്ത ഒരു 6 ഗോളും വരുമ്പോ കാണിച്ചറാം. ആ അടുത്താന്ന് കാണാൻ മാനാമോ ഈ വില്ലേ വീട്ടിൽ കേറി. എടാ പൊന്നു മക്കളെ എല്ലിടല്ലടാ. ഞാൻ ഡബിൾ ഇടടാ. ഞാൻ വൃത്തിക്കല്ല ഞാൻ കളിക്കുന്നടാ. നിങ്ങളെന്ത് എടാ അപ്പുറത്തോ മോനെ ബോള് പോയി ഓൻ്റെ ഉപ്പാ. എടാ എടുത്തോക്ക് വീടെല്ലാം കൊറേ ബോണ്ട ഉദിയങ്ങളു. അന്വേഷിഷ്ടം ആരല്ലോ പറയലുണ്ട് എന്താ ബോണ്ട ഉദിക്കാന്ന്. ഞാൻ ഒരു ഇതാണ് എന്നിട്ട് വീടുള്ളവരെന്താ ചെയ്യുന്നത്. ഒരു ഗ്രീൻ സ്ക്രീൻ എടുത്തൊക്കെ ഏതെങ്കിലും
ഏതെങ്കിലും ഒരുത്തം വന്ന് കിടാ. ഒരുത്തം ആംബുലേറ്റ് എടുത്ത് തലക്കും വെച്ചിട്ട് പോകുന്നുണ്ട്. ആ ബാ 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 അടിച്ചോ 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 ഗോൾ അടിച്ചോ ഗോൾ അടിച്ചോ 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 ഗോൾ അടിച്ചോ. 7ാമത്തെ ഗോള്. ഓക്കെ, ഞാൻ നിന്റെ കൂട്ടുകാർ കൂടി ചേർന്ന് ഫ്രീ ഫയർ കളിപ്പിക്കാൻ പഠിക്കോ മോനെ. അനക്ക് ഫ്രീ ഫയർ കളിക്കാൻ പഠിക്കണ്ട, അനക്കൊരാഗ്രഹമില്ല ഫ്രീ ഫയർ കളിക്കാൻ മോനെ. എടാ ഈ ഗ്രീൻ സ്ക്രീൻ പോലെ നേരെ എടുത്തരുമില്ലടാ. ഏകികന്ത് എന്താണ് എന്താ ബാ വന്നോ ഇല്ല മോനെ. ലൗൻഡ്രോ മാർട്ടിനസ് എടാ ഞാൻ നെയ്മറിനെ പുറത്താക്കിയിട്ടില്ല. എടാ ഇവൻ തന്നെ ഗോൾ അടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സിക്ക് അങ്ങ് തട്ടാം. മെസ്സി ആണെങ്കിൽ നെയ്മർ നീ അടിക്കണ്ട പൊന്നുമോനെ. പിൽബോൺ തോണെ അടിച്ചോ, ഗോൾ അടിച്ചോ. പാസ് കൊടുക്കുന്നവിടെ ഗോൾ അടിക്കാൻ പറയുമ്പോൾ നീ ഗോൾ അടിച്ചേ മതി. അടാ ചൂടെടുക്കുന്നേ ഫാന്. എടാ ഇതെന്താ സംഭവം, എന്താ 8 ഗോള് കയറിയിട്ടുണ്ട് മോനെ. അവിടെ ഈനെങ്കിലും നമുക്ക് ഡബ്ല്യു ആടാ. ഉറാക്കിൽ കയറി മൊത്തം എല്ലാം ആണല്ലോടാ. ഡബ്ല്യു ഓക്കെ താങ്ക് യു. ഡബ്ല്യു വാടാ മക്കളെ, ഡബ്ല്യു വാടാ മോനെ. എല്ലാ ദിവസവും മമ്മൂ ലൈവ് ഉണ്ടാവേ. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം പൊന്നുമക്കളെ, മമ്മൂൻ്റെ ലൈവ് കാണാൻ കാത്തിരുന്ന എല്ലാ ദിവസവും ഈ ഏഷ്യാനെറ്റിലുള്ള സീരിയൽ ഉണ്ടാവൂലേ 8 മണിക്ക്, അതുപോലെ മമ്മൂൻ്റെ എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവേ. എല്ലാവരും കാത്തു നിൽക്കാം. ബാ നെയ്മറെ വിളിച്ച് എൻ്റെ മോനെന്നെ ആണല്ലോ എല്ലാ സ്ഥലത്തും. ബാ അടിച്ചോ സമാവാത്തി. ഗോളില്ല ഗോള് സേവ് മോനെ. ഫസ്റ്റത്തെ കോർണറാണ്. ഈ ഗെയിമിന്റെ പേര് ലെജൻഡറി ജിടി ചാറ്റ് സ്ക്രീൻ ഓണോ. എടാ ഈ കളിയായിട്ട് എടാ മോനെ ഫസ്റ്റത്തെ കോർണറാണ്. അടിക്കടാ. പെനാൽറ്റിയാ അല്ല ഗോളിക്ക. ഓഫ് സൈഡ് നമ്മള് ഓഫ് സൈഡിന്റെ അവിടെ ഇതാക്കില്ല. ഡബ്ബി എടാ ഇറങ്ങിപ്പോയാ. ഡിസ്കോഡ് ആക്കാലോ. അതെങ്ങനാ? നിന്റെ സെർവർ നിന്റെ സെർവർ അതാക്കണോ? ഒരു ഇഞ്ചി കളിയായിട്ട് കളീൻ്റെ പേതിക്കുന്ന് മോനെ മൈക്കിൾ ഉസാറേ. അല്ലാ പോയല്ലോ. പിടിക്ക് കാഞ്ചരി ലൗട്ടാണ്ടോ മാർട്ടിനസ്. പൊന്നു മോനെ കളിക്കാൻ അറിയെങ്കിലും ആ നെയ്മറിനെ പുറത്താക്കിയിട്ടില്ല. നെയ്മറിനെ പുറത്താക്കാൻ ഒരു സാധ്യതയില്ല മോനെ. എല്ലാ സ്ഥലത്തും കയറോ. അല്ലാ ഇവിടെ കളീൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. പബ്ജി മോനെ ഞാൻ എടാ നിങ്ങൾ പറ പബ്ജി ഞാൻ കളിക്കാൻ പഠിക്കണം. എടാ നെയ്മറാ ഫ്രീ ഫയർ കളിക്കും. ഇതെന്താ നീ എന്താ കളിക്കുന്നടാ? ഇത് ഈസിയാ കളിക്കുന്നത്. നീ ബിഗിനർ മോഡാ കളിക്കുന്നത്. മൊട്ട ഹാർഡ് ഇട്ടിട്ട് കളിച്ച് കാണിക്കും. ഹാർഡാ എന്താ ഹാർഡ്? നീ ഈസി മോഡലാ കളിക്കുന്നത്. ഓക്കെ എടാ 9 ഗോളെ സമാവാത്തെ ബുറാക്കിൽ കേരേ മോനെ. 9ാമത്തെ ബോള്
ഞാൻ എന്താ നോക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ എന്താ നോക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ. തൊപ്പി എന്താണ്? തൊപ്പി ലെജൻഡ് ലൈവ് ഇട്ട് കളി എന്താണ്? ലൊക്കേഷൻ ലീഗാ. കിക്ക് വന്നു. കിക്ക് വാങ്ങൂ. നായിന്റെ മോനെ അന്റെ ലൈവ് കയറി വന്നിട്ട് കിക്ക് വാങ്ങൂന്നാ. ഇത് ഓന്റെ ലൈവല്ല. ഇങ്ങ് വാ. നിന്റെ ലൈവ് ഇവന്റെ ലൈവ് ആണെങ്കിൽ കിക്ക് മമ്മൂന്ന് മമ്മൂന് എനിക്കൊന്നും പറയാം. ഇത് എന്റെ സ്വന്തമായിട്ടുള്ള ഗെയിം. മോനെ ഗെയിം എത്ര ജയിച്ചാ? ജയിച്ചില്ലേ? 9-0. ഇതെങ്ങനെ ദൂരെ പോരെ? പൊന്നു മോനെ 9-0 ഞാൻ ജയിച്ചത്. അപ്പൊ ഞാൻ എന്താ ആക്കേണ്ടത്? എന്റെ സെർവറിൽ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങക്ക് സ്വന്തമായിട്ട് സെർവർ വേണം. എന്നാ തുടങ്ങിട്ടല്ല പിന്നെ നിങ്ങള് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഒന്നും പോയാ അല്ല വലിയ സ്ക്രീനകത്ത് ഇതെല്ലാം പോയണം. അടിച്ചുപോയി. എടാ ഇതെന്തിനാ ഇവരിങ്ങനെ കിക്ക് മമ്മൂന്നിടുന്ന്? അനക്കിത് കാണാൻ. എടാ പൊന്നു മക്കളെ, എടാ ഇത് എന്റെ ലൈവാന്ന്. ഞാൻ ഇവനെയാ പുറത്താക്കേണ്ടത്. നിങ്ങൾ എന്തിനാ വെറുതെ കിക്ക് മമ്മൂന്ന് എഴുതുന്നത്? അതിന് പറയുന്നില്ല. പറയുമ്പോ കൂടുതലായിരിക്കും. നെഞ്ചിൽ നാളം നീയാ മാറ്റിയാട്ടേടുന്ന്. ഇതെന്താ നീ എടാ എന്താ 100K അടിച്ചത്? എന്താ സംഭവം? എന്താ? അല്ല നേരത്തെ ഞാൻ നോക്കിട്ടില്ല. ഞാൻ പറയൂ നിന്റെ സെർവർ പുതിയ സെർവർ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ക്ലിപ്സ് എല്ലാം അതിൽ ഇടുന്ന് പറ. നിന്റെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നിപ്പ എന്റെ തലക്കടിച്ചേ. സോറി, നിന്റെ തലക്ക് ആദ്യം അടിക്കുന്നത്. ഞാൻ പറഞ്ഞ നിനക്കത് ഇഷ്ടമായിരുന്നു മൈര. എടാ എന്റെ ഡിസ്കൗണ്ട് ഇത് ഞാൻ എന്താണ് ചാറ്റിൽ കൊടുക്ക, പിൻ ചെയ്ത് വെക്കാം. പിന്നെ മമ്മല്ല മമ്മദല്ല മോനെ പുതിയ പേര്. മൊട്ട മമ്മദ്. അതാ തോന്നുന്നു. മമ്മൂന്ന് പേരുള്ള ഒരാൾ ഒരിക്കലും ഒരു സിനിമ നടനാണെന്ന് തോന്നുന്നില്ല. നീ ആലോചിച്ചു ഒരു MLA. MLA പേര് മോനെ ഒരു 2025 ഡോക്ടർ മമ്മു. ഒരു ഡോക്ടർ ഞാൻ എന്തല്ലോ തലക്കേരിച്ച ആള്. ഒരു ഡോക്ടർ നീ മുണ്ടാടുക്കാടാ. നീ ഡോക്ടർ പിന്നെ കേസാ. എടാ ഞാൻ ഒരു കാര്യം വിട്ടെ. ഒരു എടാ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും കയറി ഒന്ന്. മമ്മൂന്റെ ഡിസ്കോർഡിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാരും വീഡിയോ കിക്ക് തൊപ്പി ഇറങ്ങിപ്പോടെ പറഞ്ഞു ഫുള്ളർ എന്റെ ചാനല് വന്നിട്ട് എന്റെ ചാറ്റിൽ മക്കളെ അനക്ക് അത് കേട്ടാ മതി. കിക്ക് തൊപ്പി എന്നുള്ള വാക്ക് മാത്രം കേട്ടാ മതി. കിക്ക് മമ്മു. നിങ്ങൾ ഇടക്കിടക്ക് ഡിസ്കോഡ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ക്ലിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ പൊന്നു മക്കളെ വീഡിയോ ഇട്ടാൻ പറ. എന്തെങ്കിലും വീഡിയോ ഇട്. സ്ക്രീൻ ഇതാക്ക്. ഇതെന്ത് ഈ സാധനം വർക്കാക്കാൻ? അല്ല അടിച്ചു പോയി. അടിച്ചുപോയി. മമ്മു കിസ്സ. ആരേച്ച കിസ്സ ചെയ്യണ്ടേ? കിസ്സ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല മോനെ. ഒരു കിസ്സ ചെയ്യേണ്ട ഇതൊന്നും. കിക്ക് തൊപ്പി കുറേ വരുന്നുണ്ട്. വേഗം വിട്ടോ. വിട്ടോ ഞാനെന്തേ പബ്ജി എടാ പബ്ജി എന്നോട് കളിക്കാൻ പറയുന്നുണ്ട്. പബ്ജി കളിക്കണം. എടാ FF എന്ന് വെച്ചാ ഇതല്ല, ഫ്രീ ഫയർ അല്ലേ? ഫ്രീ ഫയർ എന്ന് വെച്ചാല് എടാ ഒന്നാമത് പറഞ്ഞാൽ എനിക്ക് കേൾക്കുന്നത് എനിക്ക് ചർത്തിക്കാൻ മുട്ടുന്ന ഒരു ഇതാണ് ഈ FF BGM ഇതെല്ലാം. ഏത് വീഡിയോ?
ഡോക്ടർ ആ കിട്ടിയാ ഇൻസ്റ്റയിൽ അയച്ചിട്ടുണ്ട് നോക്ക്. ഓള് കോൾ എടുക്കുന്നില്ല. ഓള് കോൾ എടുത്തിനും പൊന്നു മോനെ. എടാ ഇതെന്തായേ? ഇതെന്താന്ന് കുത്തിച്ചാകുന്നില്ലല്ലോ. ഫോണിന്റെ ആദ്യം ഇതെടുക്ക്. ആ ഇതെടുത്ത് ഫസ്റ്റ് എടുത്ത് അല്ല ഇത് എടുക്കുക, ആ എന്നിട്ട് എസ് അടിക്കുക. ആ എന്നിട്ട് അപ്പൊ ഒരു സാധനം വരും. ഇപ്പൊ ഇവിടെ ഒരു ഓറഞ്ച് ഇത് വരും. ആ അപ്പൊ ഇത് വയർഡ് മിററിങ് കണ്ടോ? ആ വയർഡ് മിററിങ് ഇപ്പം വയർ കുത്തിയിട്ടല്ല നീ മിറർ വയറ് കുത്തിയിട്ട് തന്നെ ഉള്ളത്. വയർഡ് മിററിങ് വെക്കുക. എന്നിട്ട് ഒന്ന് ഒരു കുത്ത്. അതടിച്ചു പോയി. ആയാ ഓക്കെ 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 ഓക്കെ. ഏലത്തെ അയച്ച ഓളെന്തി മെസ്സേജ് അയച്ചനാ? ഇല്ല മെസ്സേജ് ഒന്നും അയച്ചില്ല. ഓക്കെ ആരയച്ച ആര്? ആ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കേട്ടോക്കാം. ആ ആ ചെറുക്കൻ ഇനി മേലെ മാമു വിളിക്കാൻ അവൻ ഇഷ്ടമല്ല. നീ ഫസ്മിനെ പോലെ കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഐഷ പോലെ വില്ലത്തിമാർ നീ കണ്ടിട്ട് മമ്മു ആയിഷയെ പോലെ വില്ലെത്തി ഇവളാ. 42 വയസ്സുള്ള ഇവളാ. തന്ത സൗണ്ടൊന്നുമില്ല. അവനെ നീ മമ്മു വിളിക്കുന്നത്. മാമുക്ക് ഇഷ്ടപ്പെട്ട പേരാണ് വിളിക്കുന്നത്. അവൻ നീ മോമോസിനെ വിളിക്കുന്നത്. മോമോസ് ഞാൻ മോമോസ് എന്ന് പറഞ്ഞാൽ തിന്നുന്നുണ്ടോ ഒരു ഉണ്ട പോലത്തെ എന്റെ മുട്ട പോലത്തെ എന്തോ ഒരു സാധനമല്ല അത്. അതിനെ ഇവള് മോമോസ് ഒന്നും എന്തിനാ വിളിക്കുന്ന തന്നെ ഇങ്ങനാ? ഇവക്ക് എന്താ പോലും വേണ്ടത്? എന്താ ആയാ ഇതാ ഇതടിച്ചാ മതി. അടുത്ത ഞാനെന്റെ മോമോസ് കോട്ടിനെ കുറിച്ച് ആലോചിച്ചത് എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. എനിക്ക് കൂട്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. മാറി നിൽക്കുന്ന തൊപ്പി അങ്ങോട്ട് ചെക്കൻ കാലം. അപ്പൊ ഗായ്സ് ഇന്ന് എനിക്ക് പഠിക്കാൻ തീരെ മൂടില്ല. എന്താ മൂടില്ലാത്ത എന്താ എനിക്ക് പഠിക്കാൻ മൂടില്ലാത്ത പൊന്നുമോളെ? അന്നെ കാണാൻ എനിക്ക് ഉറക്കം വരുന്നില്ലേ? അന്നെ കാണാൻ എനിക്ക് ഉറക്കം വരുന്നില്ല. പഠിക്കാൻ മൂടില്ല പോലെ നോക്ക്. എന്തിനാ നീ പഠിക്കുന്നത്? ഡോക്ടറിനാ? പക്ഷെ എനിക്ക് ജനിച്ചപാട് എനിക്ക് ഡോക്ടർ ആയിഷ എന്നുണ്ടല്ലോ. എന്നെ പേര് വിളിക്കുമ്പോൾ എന്താ വിളിച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡോക്ടർ ആയിഷ എന്നാ പേരിട്ടത് എനിക്ക്. ആ ബാക്കി മാറി നിൽക്കുന്ന തൊപ്പി അങ്ങോട്ട് ചെക്കൻ കാലം. അത് ഓക്കെ, അത് ശരി. എനിക്ക് പഠിക്കാൻ തീരെ മൂടില്ല. അപ്പോഴാണ് ഞാൻ എന്റെ മോമോസ് കോട്ടിനെ കുറിച്ച് ആലോചിച്ചത്. എടാ പൊന്നു മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനത്തെ കുറേ പൊമ്പിള്ളേരുണ്ടാവും. എനിക്ക് എന്താ അതിനെക്കുറിച്ച് എന്താ പറയാമെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയാം, ഇതെന്തിനാണ് എന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാം ഇടാൻ നോക്കിയത്? ഞാൻ എന്തോ ഓളെ ചെയ്തിരി? ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പറയാം. ഇതിപ്പോൾ വെറുതെ ഒരു പെണ്ണ് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മോമോസിന് എനിക്ക് ചമ്പനും ഓളെ മുഖം കണ്ടാ, ഓൻ്റെ കവിള് കണ്ടാ, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓള് നാളെ ഇപ്പം മുട്ടയടിച്ചാൽ മറ്റന്നാളെ ഓളെന്താ പറയുക, എൻ്റെ മോമോസ് മുട്ടയടിച്ച് ഇതാക്കി ക്രഷ പോലെ തന്നെ ഓൾക്ക്. 48 വയസ്സുണ്ട് ഓക്ക്. 2 കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഭർത്താവുണ്ട് കുവൈത്തിൽ പണിയെടുക്കുന്നു. എനിക്ക് ഓളാന്ന് എന്നോട് ക്രഷ് ചെയ്യുന്നു. എഫ് വിളിക്കണോ? ഇത് ഉണ്ടാ
ആ ഇതാ ഫസ്റ്റ് തന്നെ ഉണ്ട്. എടാ നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഫ്രീ ഫയറെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞില്ല എനിക്ക് ആകെ പെസ്സു ആകെ മിനി മിലിറ്ററി. ഇതെന്താന്ന് ഇങ്ങനെ ഇതേതാ വലിയ സ്ക്രീനിൽ എങ്ങനെ ആക്കല്? ഇതാ ഇതെങ്ങനെയാ തെറ്റ്? വലിയ സ്ക്രീന് അപ്ഡേറ്റ് ചെയ്യണം ഇനി. ഇത് ലീക്കാവോ? എടാ ഫ്രീ ഫയർ പേര് പോലും പറയാൻ നമുക്ക് മടിയാ. എടാ ഈ FF കളിക്കാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് എല്ലാം ചെയ്യണോ? ഇപ്പം അപ്ഡേറ്റ് എല്ലാം ചെയ്തിട്ട് നാളെ കളിച്ചാൽ പോരാ? എടാ ഇപ്പം ബസ് കളിക്കണ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, FF ഞാനൊരു കാര്യം പറയാം. നാളെ ഡിസ്കോഡ് റിയാക്ഷനും നാളെ FF എല്ലാം കളിച്ചാൽ പോരെ? ഇപ്പം നിർത്ത. നിങ്ങൾ പറ. എടാ നാളെ കളിച്ചാൽ പോരാ? ഓക്കെ അല്ലേ? എടാ നാളെ വരാം. പെസ് കളിക്കാൻ നാളെ വരാം മോനെ. മൊട്ട മമ്മത് നാളെ വരാ. വിശക്കുന്ന ഫുഡെല്ലാം കഴിക്കണോ? എനിക്ക് അങ്ങനത്തെ ഒരു സുഖമുണ്ട് ഫുഡിൻ്റെ എല്ലാം. അപ്പോൾ ശരി ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ഓക്കെ ഇതെങ്ങനെ ഉണ്ടാക്കലേ? ഓക്കെ